ഫോർഗീവ് ചെയ്യാൻ പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റാറില്ല. അവർക്ക് അത്രയും വലിയൊരു പെയിന് അനുഭവിച്ചതുകൊണ്ടായിരിക്കാം അവർക്ക് പെട്ടെന്നൊരു ഫോർഗീവ്നെസ് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്. ചിലർ പറയുന്നതാണ്, ഞാനായിട്ടൊന്നും പറയുന്നില്ല, പഠിച്ചവൻ അത് തീരുമാനിച്ചോട്ടെ. ഈ ഒരു രീതിയിൽ ഫോർഗീവ്നെസ് ചെയ്താൽ ആ ഫോർഗീവ്നെസ് എഫക്റ്റ് ആവുമോ? ഒരുപാട് പേർക്ക് ഫോർഗീവ്നെസിന്റെ കാര്യത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള എന്തോ ഒരു ഔദാര്യമായിട്ടാണ് പലരും കാണുന്നത്. ഞാനായിട്ട് അവർക്ക് ശിക്ഷയൊന്നും ഞാനായിട്ട് പറയുന്നില്ല, ദൈവം അല്ലെങ്കിൽ പടച്ചോൻ വേണമെങ്കിൽ കൊടുത്തോട്ടെ, ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇത് പലപ്പോഴും അവരങ്ങനെ ചിന്തിക്കാൻ കാരണം അവർ അത്രത്തോളം വലിയ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഓപ്പോസിറ്റ് ഉള്ള ആളിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താ, അപ്പോഴും അവിടെ ശരിയായ ഫോർഗീവ്നെസ് നടക്കുന്നില്ല. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല, പടച്ചോൻ കൊടുത്തോട്ടെ അല്ലെങ്കിൽ പടച്ചോൻ തീരുമാനിച്ചോട്ടെ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അപ്പോഴും അവിടെ എന്തൊക്കെയോ നമ്മളവിടെ ബാലൻസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ നമ്മളവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അവര് നമ്മളോട് ചെയ്ത എന്തൊക്കെയോ വേദനയ്ക്ക് പകരമായിട്ട് അവരെന്തെങ്കിലും അവർക്ക് കിട്ടണമെന്നുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ചിന്തകളില്ലാതെ തന്നെ ഒരാൾക്ക് പുറത്തു കൊടുക്കാനായിട്ട് കഴിയണം. കാരണം ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഫേവർ അല്ല. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സെൽഫ് ലവ് ആണ്. അതായത് നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഏറ്റവും ഫസ്റ്റ് പ്രൂഫാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. കാരണം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മളെപ്പോഴും പ്യൂറാക്കി പ്യൂരിഫൈ ചെയ്തുകൊണ്ട് നടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. കാരണം ഇത്തരത്തിലുള്ള ഇമോഷൻസ്, മറ്റൊരാളുടെ ദേഷ്യം, പക, പ്രതികാരം, ഇതൊക്കെ തന്നെ നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ഭാരമാണ് അല്ലെ. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഭാരങ്ങൾ കൊണ്ട് ചുമന്ന് നടക്കാൻ നിങ്ങൾ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഫോർഗീവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പകുതിയായിട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയാം.